ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റെസിൻ ആർട്ട് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വാങ്ങിച്ചിരിക്കേണ്ട ഒരു മാസ്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് റെസ്പിറേറ്ററി മാസ്ക്, അതല്ല എങ്കിൽ ഫേസ് പ്രൊട്ടക്ഷൻ മാസ്ക് എന്നും പറയും. ഈ ഒരു മാസ്കിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. റെസിൻ വർക്ക് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ എപ്പം വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ സേഫ്റ്റി മസ്റ്റായിട്ടും നോക്കണം. മാസ്കും ഗ്ലൗസും മസ്റ്റായിട്ടും ധരിച്ചിരിക്കണം. സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഈ ഒരു മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു റെസ്പിറേറ്ററി മാസ്കിൻ്റെ പാക്കിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതാണ് ഫേസ് കവർ, ഹാഫ് ഫേസ് കവർ എന്നാണ് ഇത് പറയുന്നത്. അതിനുശേഷം 2 ഫിൽറ്റർ ബോക്സ് അടങ്ങിയ ഒരു കവറുണ്ട്. അടുത്തത് വരുന്നത് ഒരു 10 ഫിൽറ്റർ കോട്ടൺ ആണ്. ഇതെല്ലാം ഇങ്ങനെ പാർട്സായിട്ടാണ്. അടുത്തത് വരുന്നത് 2 ഫിൽറ്റർ ബോക്സിൻ്റെ കവറാണ്. ലാസ്റ്റായിട്ട് ഇതുപോലെ 2 ഇയർ പാഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കിൽ വരുന്ന ഐറ്റംസ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഫിൽറ്റർ ബോക്സിൻ്റെ ഈ കവർ ഒന്ന് പൊട്ടിക്കാം. ഇതിനകത്ത് 2 ബോക്സാണ് വരുന്നത്. ഈ ഒരു ഫിൽറ്റർ ബോക്സ് നമ്മുടെ ഫിൽറ്റർ കവറിൻ്റെ 2 വശങ്ങളിലും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇതാണ് ഫിൽറ്റർ ബോക്സ്. അതിനുശേഷം ഫിൽറ്റർ കോട്ടൺ എടുക്കണം. അതിൽ നിന്നും 2 ഫിൽറ്റർ കോട്ടണാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ടത്. അതിനുശേഷം ഫിൽറ്റർ ബോക്സിൻ്റെ കവറ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ഫിൽറ്റർ കോട്ടൺ അതിനകത്തോട്ട് ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യണം. അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു മുകൾ ഭാഗത്ത് വരുന്നത് പോലെ വെച്ചതിന് ശേഷം ആ ഒരു ഫിൽറ്റർ ബോക്സ് ഇതുപോലെ ഫിൽറ്റർ കവറുമായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം അവിടെ ഫിക്സ് ആവും. അപ്പം ഇതുപോലെ 2 ഫിൽറ്റർ ബോക്സും നമുക്ക് ചെയ്യണം. ഫിൽറ്റർ ബോക്സിൽ ഫിൽറ്റർ കോട്ടൺ വെക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അതിനകത്ത് ഒരു ചെറിയ ഒരു വ്യത്യാസം പോലും വരരുത്. അപ്പം ഇതുപോലെ പ്രിൻ്റ് മുകൾ ഭാഗത്ത് വരുന്നത് പോലെ വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പം അതവിടെ ലോക്ക് വീഴും. അപ്പം ഈ രീതിയിലാണ് ഫിൽറ്റർ ബോക്സ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫേസ് കവറിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊന്ന് പ്രയാസപ്പെട്ടു. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇതുപോലെ ആ ഒരു 2 വശവും കൂടി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം അതവിടെ ഫിക്സ് ആവും. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ 2 ആ ഒരു എൻഡും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം അത് ഫിക്സ് ആവും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് മാസ്ക് സെറ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകി നല്ല ഹൈജീനോട് കൂടി വേണം നമ്മളിത് ചെയ്യാൻ. ഇതൊരു കാരണവശാലും ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലേ നമ്മുടെ ഹെൽത്തിനെ തന്നെ നന്നായിട്ട് ഇത് ബാധിക്കും. ഈ ഒരു പാക്കിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട സർവ്വ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഈ ഒരു പാക്കിനോടൊപ്പം നമുക്കൊരു ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസും കിട്ടും. ഫുള്ളി കവേർഡായ ഈ ഒരു ഗ്ലാസും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും റെസിൻ ആർട്ട് ചെയ്യുന്ന സമയത്ത്. റെസിൻ ആർട്ട് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാസ്കാണിത്. മസ്റ്റായിട്ടും ഇത് വാങ്ങിക്കുന്നതാണ് നല്ലത്. 3 സർജിക്കൽ മാസ്ക് വെച്ച് ചെയ്തിട്ടും ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഈ ഒരു മാസ്ക് ഞാൻ പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാസ്കാണ്. പല ബ്രാൻഡിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. മസ്റ്റായിട്ടും ഇത് വെച്ച് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് പാലിച്ച് വേണം നമ്മൾ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാൻ. അതല്ല എങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്